ടോപ്പ് സിംഗറിലെ കൊച്ചുപിടുക്കി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആവണിക്കുട്ടി ഒരു മനോഹര ഗാനവുമായി എത്തുന്നു. വെൽക്കം ആവണിക്കുട്ടി ഓൺ സ്റ്റേജ്. ഫേവറേറ്റ് റൗണ്ടിൽ ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് നീർപ്പളുങ്കുകൾ എന്ന പാട്ടാണ്. ഈ പാട്ട് ഗോഡ് ഫാദർ എന്ന ഫിലിമിൻ്റെ ആണ്. പിന്നെ ഈ പാട്ട് പാടിക്കുന്ന MG സാറാണ്. ഗ്രൂമിങ് സെക്ഷനിൽ ചെന്നപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ മാറ്റി സ്റ്റേജിൽ പാടും. ഭയങ്കര ഗ്ലാമർ ആണല്ലോ. സ്നേഹയുടെ ഡ്രസ് അല്ലായിരുന്നു? അയ്യോ, ജെനിഫർ സ്നേഹ സെയിം കളറാ. അതാ ഞാൻ വിചാരിച്ചത് ഈ കളർ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോ ഒരേ കളറായി പോയി അത്ര. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഫേഷ്യലൊക്കെ എങ്ങനെ? ഞാൻ ഈയിടെ കേട്ടില്ല, എന്തോ ഒരു ആരോ ഫേഷ്യൽ ചെയ്യുന്ന അമ്മ, ആരോ ഫേഷ്യൽ ചെയ്യുന്ന, അതോ ഞാൻ അമ്മേനെ ചെയ്യുന്നു ആണോ? ആ വീഡിയോ ഒന്ന് കണ്ടാലോ? നമുക്കൊന്ന് കാണാം. ആ വീഡിയോ ഉണ്ട്. വാ. ഹായ്, ഞാൻ എന്റെ അമ്മേനെ നമ്മുടെ MG സാർ പറഞ്ഞു തന്ന കൊറേ ഫേഷ്യൽ എന്റെ അമ്മേനെ ഞാൻ പരീക്ഷിക്കാൻ പോവാണ്. MG സാറെ കാത്തോളണേ. ഇതെല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡാണ്, എന്നാലും നിങ്ങളുടെ മുഖം ഇങ്ങനെ തിളങ്ങും. എന്തോ ഇങ്ങനെ ഫുൾ സ്പ്രെഡ് ആക്കണം. ഭയങ്കര ബ്യൂട്ടീഷ്യൻ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ഫേഷ്യലൊന്നുമല്ല, ഒരു വലിയ ഫേഷ്യലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടെല്ലാവരും പരീക്ഷിച്ച് നോക്കിക്കോ. കൂട്ടുകാരെല്ലാവരും അമ്മമാരുടെ മുഖത്ത് തന്നെ പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ തല്ല് കൊള്ളലൊക്കെ ഇച്ചിരി ഒഴിവാണ്. നമ്മുടെ MG സാറ് പറയുന്ന പോലെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും മുഖം കാണാൻ, ഒരു പാടും കാണില്ല, നല്ല വെളുപ്പായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്തോ, നല്ല സംഭവമാണിത്. ഇതൊരു മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് കഴുകി കളയണം. ചിലപ്പോൾ നമ്മുടെ അമ്മമാരെ നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവില്ല. എല്ലാവരും ട്രൈ ചെയ്തോ, ഓടിപ്പോയിട്ടുണ്ട്. ടണ്ടടേ, ഇത് കണ്ടോ? ഇത് കണ്ണിന് തണുപ്പ് തോന്നിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ അമ്മയ്ക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്താവോ എന്തോ. അമ്മയുടെ മുഖത്ത് പരീക്ഷിച്ച് ജയിച്ചാൽ ഞാൻ എല്ലാവർക്കും ചെയ്തു തരും. ക്ലൈമാക്സ് എന്തായി? നന്നായിരുന്നു. അവസാനം മെയിൻ ബോഡിയായിട്ട് ചുണ്ണാമ്പും കൂടെ ചേർക്കണം പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. കോൺക്രീറ്റ് കൂടി ചെയ്താൽ മതി. അതുകൊണ്ടാണോ അമ്മ ഇപ്രാവശ്യം വരാത്തത്? ഏതായാലും ഒരു ജോലിയും കൂടെ പഠിച്ചല്ലോ. വെരി ഗുഡ്. അപ്പൊ ഇന്ന് ഏതാ പാട്ട് പാടുന്നേ? നീർപ്പളുങ്കുകൾ. ഓ, വെരി ഗുഡ്. നിമിഷ സാഗരം. ബാലകൃഷ്ണൻ അദ്ദേഹം ഇന്നിപ്പോ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട് ആയിക്കോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
കണ്ടേ കണ്ടേ നിന്നെ കണ്ടൻ ഉള്ളം നിറഞ്ഞില്ലയോ. ആവണിക്കുട്ടി സൂപ്പർ ആയിട്ട് പാടിയില്ലേ? താങ്ക് യു. ആവണിക്കുട്ടി എന്താ നല്ല സോങ് സെലക്ഷൻ, ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു പാട്ട്. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആവണി ഇങ്ങനെ പാടുമ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അവിടെ, പക്ഷെ അതൊരു പെണ്ണെടുത്ത് ഇങ്ങനെ എഴുതാൻ തോന്നില്ല. ആ പാട്ടിൻ്റെ കോമ്പോസിഷൻ്റെ ബ്യൂട്ടി കൊണ്ട് അതിങ്ങനെ കേട്ടിരിക്കാനാണ് തോന്നുന്നത്. അത്ര അത്ര നല്ലൊരു പാട്ടെടുത്തു. മോള് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഭംഗിയായിട്ട് പാടാൻ. പക്ഷെ എന്തോ ഒരു പേടിയുണ്ടോ കണ്ണന്? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാ അത് പറയണ്ടേന്ന്. മോള് പാടുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പാട്ടും കൂടിയാണ്. അതിൻ്റെ ആ ഒരു സങ്കടഛായ വരുന്നതിൽ കൂടുതൽ മോളൊരു ടെൻഷനും കൂടി അതിലേക്ക് ചേരുന്നത് പോലെ തോന്നി. മനസ്സിലായോ? ചില ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പാടി കണ്ണ. അനുപല്ലവിയുടെ പ്രത്യേകിച്ച് പല്ലവി നല്ല രസമായിരുന്നു കേൾക്കാൻ. അതിൽ ഇംപെർഫെക്ഷൻസ് ഇല്ല എന്നല്ല പറഞ്ഞു. ശ്രുതിയുടെ ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ മോള് വളരെ ഫോക്കസ് ചെയ്തിട്ട് ശ്രുതി ചേർക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അനുപല്ലവി എത്തിയപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാടുന്ന ഭാഗങ്ങളില്ലേ? എവിടെ തുടങ്ങണ എങ്ങനെയാണ് അനുപല്ലവി? നീലമേഘം. ആ, അത് വെറുതെ പാടുമോ ശ്രുതി മാത്രം? ഭയങ്കര രസമാണ് അവനുടെ ശബ്ദം. ഞാൻ നീ കേൾക്കുമ്പോൾ പാടുമോ അത്? നീലമേഘമേ നിന്റെ ഉള്ളിലെ നൊമ്പരങ്ങളും പെയ്തൊഴിഞ്ഞുവോ. ആ ഓ എന്നൊക്കെ പറയുമ്പം കംപ്ലീറ്റ് ആവാൻ പറ്റുന്നില്ല, ഇത് ശ്വാസം കുറവുണ്ട് പാടുമ്പം. പക്ഷേ മോളുടെ വോയിസിൽ കുറേ സംഗതികൾ കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എങ്കിലും കുറച്ച് ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരുന്നു. അത് സൂക്ഷിക്കണം. അത് പേടി കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു സ്റ്റേജ് ആയിട്ട് മോള് പേടി മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. ആരെയാ പേടിക്കണേ? ആരെ പേടി വേണ്ട കാര്യമില്ല. എനിക്ക് ശ്വാസം അപ്പം അതിന് വേണ്ട എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം. കാരണം ശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പല സ്ഥലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഇത്രയും നാളുകൾ പാടുമ്പോൾ നമ്മൾ കുറേ കണ്ടസ്റ്റൻസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ തുടക്കത്തിലുള്ള മാതിരിയല്ലേ, ഇപ്പോൾ സസ്റ്റെയിൻ നോട്ട്സ് ഒക്കെ കുറേ കൂടി പാടുന്നുണ്ട്. അപ്പോൾ റെഗുലർ പ്രാക്ടീസ്, ഈ പാട്ട് മാത്രം അല്ലാണ്ടും പ്രാക്ടീസ് ചെയ്യണം മോള്. ശ്വാസമൊക്കെ നല്ലോണം വേണം. ആവശ്യത്തിലധികം ശ്വാസം ഉണ്ടെങ്കിൽ കുറേ കൂടി ഈസി ആയിട്ട് പാടാൻ പറ്റും ഇത്. കേട്ടമ്മ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കണ്ട. ഇനിയിപ്പോൾ അങ്കിൾമാർ പറഞ്ഞു തരും. ഇല്ല സിത്തു, പറയാൻ വേറൊന്നുമല്ല. ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് 100% മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്, നന്നായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ 50% പേടിയാണ്. എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പാടുമ്പോഴത്തേക്കും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിച്ചുകൊണ്ട് പോകുന്നതും പാടാൻ ഉദ്ദേശിക്കുന്നതും പകുതി അങ്ങ് പോകും. അത് ചിലർക്ക് ഇൻബോണായിട്ടുണ്ടാകുന്ന ഒരു ഇൻബോൺ ഫിയർ എന്ന് പറയും. ഒരുപാട് പേർക്കുണ്ട്, ഒരാൾക്കല്ലെന്നല്ല, ഒത്തിരി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുണ്ട്. സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ശബ്ദ നിയന്ത്രണമോ അല്ലെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ വോയിസോ അല്ലെന്നുണ്ടെങ്കിൽ സംഗതിയോ എല്ലാം ഉദ്ദേശിക്കുന്നത് കിട്ടൂല. പിന്നെ പാടി അങ്ങ് നിർത്തും. അപ്പോൾ എനിക്ക് ഈ പാടിനകത്ത് മൊത്തം തോന്നിയത് നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല അറ്റംപ്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പേടി അതിപ്പോഴും പാടിക്കഴിഞ്ഞപ്പോഴും മോടെ മുഖത്ത് അവിടെ ഇപ്പോഴും ഞങ്ങളെന്ത് പറയും എന്നുള്ളത്. നമ്മൾ എന്തരോ പറഞ്ഞോട്ടെ, അതങ്ങ് വിട്ടുകളയാ. ഞങ്ങളുടെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ഗ്രേഡോ അതൊന്നും ഒരു ഇതായിട്ട് എടുക്കണ്ട. മോളുടെ സൈഡ് മാത്രം നോക്കിയാൽ മതി. മോള് പാടുമ്പം ഞാൻ പാടുന്നു, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അതിനെ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കണം. അപ്പം ആ പല്ലവി വെറുതെ ഒന്ന് പാടിക്കും. അതായത് ഈസിനെസ് വരണം. നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷസാഗരം ശാന്തമാകുമോ. വളരെ ഈസി ആയിട്ട്. നീർപ്പളുങ്കുകൾ ഈസി ചിതറി വീഴുമീ ഈസി നിമിഷസാഗരം ശാന്തമാകുമോ. അകലെ 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 വിടയോ. അവിടെ എത്തണം. പാടിക്കോ, റിലാക്സ് ആയിരിക്കും. അല്ലല്ല, അപ്പൊ അത് തന്നെ. അകലെ 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 അകലെ
അകലെ അകലെ എവിടെയോ നോവിൻ നോവിന്നലഞ്ഞോറിഞ്ഞു അലഞ്ഞോ അലഞ്ഞോറിഞ്ഞു. നോവിന്നലഞ്ഞോറിഞ്ഞുവോ. അവിടെ കുറച്ച് ചെറിയ ഗ്ലൈഡുകളൊക്കെ ഉണ്ട്. നോവിൻ അലഞ്ഞോറിഞ്ഞു അലഞ്ഞോറിഞ്ഞു. നോവിന്നലഞ്ഞോറിഞ്ഞുവോ. അത് കേട്ട് പഠിക്കണം മോള്. അപ്പൊ അത്രയും റിലാക്സ്ഡ് ആയിട്ട് പാടാൻ സ്റ്റേജിൽ കയറാം. കയറുന്നതിന് മുമ്പ് എന്തോ വിചാരിക്കണം, ഞാൻ നന്നായിട്ട് പാടാൻ പോവാണ്, ഞാൻ ഗ്രേഡിന് വേണ്ടിയല്ല പാടുന്നത്, ഞാൻ മാർക്കിന് വേണ്ടിയല്ല പാടുന്നത്, ഞാൻ നമ്മുടെ പൊതുജനങ്ങളുടെയും ജഡ്ജസിൻ്റെയും എല്ലാവരുടെയും അഭിപ്രായത്തിന് വേണ്ടി മാത്രമാണ് പാടുന്നത്. തെറ്റിയാൽ ദൈവഹിതം, തെറ്റിയില്ലേലും ദൈവഹിതം. ഇത് മനസ്സിലാലോചിച്ചുകൊണ്ട് കയറും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആവണിക്കുട്ടി ഇപ്പൊ എത്ര ക്ലാസ്സിലാ? 7. ഓക്കെ. ഇത് പഠിച്ചിട്ടുണ്ടോ? ഈ പ്രൊപ്പോർഷണാലിറ്റി പഠിച്ചിട്ടുണ്ട്. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ പറ്റി. അവർ തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉയരുമ്പോൾ മറ്റേതും ഉയരും, ഒന്ന് താഴുമ്പോൾ മറ്റൊന്ന് താഴും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ആവണിക്കുട്ടിയുടെ പെർഫോമൻസ് വളരെ നന്നാവുമ്പോൾ നമ്മുടെ സന്തോഷവും കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ ആവണിക്കുട്ടിയുടെ പെർഫോമൻസ് മോശമാകുമ്പോൾ നമുക്ക് സന്തോഷം കുറയും, അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ മറ്റേത് താഴോട്ട്, നേരെ തിരിച്ച് മറ്റേത് താഴോട്ട് പോകുമ്പോൾ മറ്റേത് മുകളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വരുന്ന കാര്യം, ഈ ടെൻഷനും പെർഫോമൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ടെൻഷൻ കൂടുമ്പോൾ പെർഫോമൻസ് കുറയും, ടെൻഷൻ കുറയുമ്പോൾ പെർഫോമൻസ് കൂടും. അപ്പം എന്ത് ചെയ്യണം? ടെൻഷൻ ഇല്ലാതെ പാടും. അപ്പോൾ പെർഫോമൻസ് അൾട്ടിമേറ്റ്. അപ്പോൾ ഇന്നത്തെ വില്ലൻ എന്ന് പറയുന്നത്, ഈ കഥയിലെ വില്ലൻ എന്ന് പറയുന്നത് ടെൻഷനാണ്. അത് ഇത്രയും നാളായിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല എങ്കിൽ നല്ലൊരു ഇടി, നല്ല പാർസലായിട്ട് അങ്ങോട്ട് അയക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ചിതറി വീണുമീ നിമിഷസാഗരം ശാന്തമാകുമോ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇതിന്റെ ഫീമെയിൽ വേർഷൻ ആരാ പഠിക്കുന്നത്? സുചിച്ചി അസാധ്യമായിട്ട് പാടുന്നത്. പിന്നെ വേറൊരു രണ്ടാമത്തെ ഒരു കാര്യം, ഓൾറെഡി ഈ പാട്ടിൽ സങ്കടത്തിന്റെ ഒരു എലിമെന്റ് ഉണ്ട്. നമുക്ക് ഈ ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ അറിയാതെ നമ്മുടെ ഹൃദയത്തിന്റെ ഏതോ ഒരു സെന്റിമെന്റൽ സ്ട്രിങ്ങിനെ അതിങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അതിലുണ്ട്, അതിന് ഇൻഹറന്റ് ആണ്, അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനിടയിൽ നമ്മൾ അത് എക്സാജറേറ്റ് ചെയ്ത്, സങ്കടം ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് പാടേണ്ട ആവശ്യമില്ല. ചിതറി വീഴുമീ നിമിഷസാഗരം എന്ന് നമ്മൾ പാടേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആവണി അനുപല്ലി അകലെ എന്നൊക്കെ പാടിയ സ്ഥലത്തൊക്കെ ഇത് കുറച്ച് എക്സാജറേറ്റഡ് ആണ്. ഈ അതിന്റെ പാത്തോസ് എലിമെന്റ് കുറച്ച് എക്സാജറേറ്റഡ് ആണ്. അത് കൊണ്ടുവന്നിരുന്ന ഇതിന്റെ സുഖം കണ്ടുപോകും. ഇപ്പൊ ചേണ്ണന് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടുമൂളി, വളരെ മാറ്റർ ഓഫ് ഫാക്റ്റഡ്. അവിടെ സങ്കടമാണ് ശരിക്ക്. കണ്ണീർ പൂവിൻ്റെ എന്ന് പാടിയാൽ ഡ്രാമയാവും. ഡ്രാമാറ്റിക്. അപ്പോൾ ഇന്ന് പാടിയതിൽ ഒരുപാട് ഡ്രാമാറ്റിക് ആയിപ്പോയി. അതാണ് പറയാൻ വന്നത്. ആ ഡ്രാമ ഒഴിവാക്കണം. അങ്ങനെ പാടി വീട്ടിൽ പോയി ഈ പാട്ടൊന്നുകൂടെ പാടി നോക്കണം. അപ്പോൾ അറിയാൻ പറ്റും, കറ കളഞ്ഞതുപോലെ ആയി മാറും. ആ ഡ്രാമയാണ് ഇതിലെ കറ. അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കറ കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ടുള്ള ആ വോയിസിൽ, എന്ത് രസമുള്ള വോയിസ് ആണ് ഈശ്വരൻ തന്നിരിക്കുന്നത് ആവണിക്ക്. നല്ല വോയിസ് അല്ലേ? ആ, ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. അത് പളുങ്ക്, നീർപ്പളുങ്ക്. അത് ഡ്രാമയിൽ ചിതറി വീഴാൻ പാടില്ല. അപ്പൊ നിമിഷസാഗരമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടാ. അപ്പോൾ ആ ഒരു സൗവർണ പതാകയായിട്ട് മുമ്പോട്ട് ചരിക്കണം. മാർച്ച് വിത്ത് കോൺഫിഡൻസ്. വി ആർ വിത്ത് യു all the time. Okay? Have the strength. Okay? All the best. ആവണി ഈ 3 റൗണ്ടിന്റെ മാർക്ക് അറിഞ്ഞായിരുന്നു? ഇല്ലല്ലോ. ഇല്ല. ആവണിയുടെ ഈ 3 റൗണ്ടിന്റെ, കഴിഞ്ഞ 3 റൗണ്ടിന്റെ മാർക്ക് 223.5 ആണ്. 223.5. ഏറ്റവും ടോപ്പ് 288 ആണ്. അപ്പം ഒരു 65 പോയിന്റിന്റെ വ്യത്യാസം കിടപ്പുണ്ട്. അത് നമ്മൾ വിട്ടുകൊടുത്തുകൂടാ. പിടിക്കണം. പിടിച്ച് നമ്മൾ എങ്ങനെങ്കിലും
എങ്ങനെയെങ്കിലും കയറി മുമ്പോട്ട് വരണേ, പേടിയൊക്കെ എടുത്ത് കളഞ്ഞ് കേട്ടോ. അപ്പൊ ഈ മാർക്ക് വാങ്ങിച്ചതിന് കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇനി ഗ്രേഡ് ചോദിക്കും. മുത്തൂസ് പറയുന്നത് പേടി വന്നാൽ പാടാൻ പാടുപെടും എന്ന്. അതുകൊണ്ട് കുറച്ച് പാടുപെട്ടുകൊണ്ട് മുത്തൂസ് ഇന്ന് തരുന്ന ഗ്രേഡ് എ ഗ്രേഡാണ്. സോ കണ്ണം പൂക്കോച്ച് ഒരു 4 പൂക്കോച്ച് വരട്ടെ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡ് എ ഗ്രേഡ്. താങ്ക് യു സർ. ഇനി എന്നും ഇതുവരെ വായിച്ചില്ലെങ്കിൽ അടി. ആവണി, ഓൾ ദി ബെസ്റ്റ്. Yeah.